ദേവസ്വപ്നത്തിന്റെ അഴകിൽ ഒരു നീലക്കുറിഞ്ഞിക്കാലം. ഒരു വ്യാഴവട്ടത്തെ കാത്തിരിപ്പിന് ശേഷം മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി പൂത്തു. ആരൊക്കെയോ ചരമഗീതം പാടിക്കഴിഞ്ഞ മൂന്നാർ മലമടക്കുകളിൽ അല്പമായിട്ടെങ്കിലും അവശേഷിക്കുന്ന നീലക്കുറിഞ്ചെടികൾ ഒരിക്കൽ കൂടി പൂക്കാനുള്ള മോഹം കൊണ്ടാവണം ഇത്തവണ നേരത്തെ പൂത്തുലഞ്ഞത്. ഒരുപക്ഷെ ഇനിയുമൊരു പന്തീരാണ്ട് കഴിയുമ്പോൾ കോടമഞ്ഞിൽ പുതഞ്ഞ ഈ കിഴക്കൻ മലമടക്കുകളിൽ നീലക്കടൽ അലയടിക്കും പോലെ പൂത്തുലയാൻ ഒരു നീലക്കുറിഞ്ഞിച്ചെടി പോലും കണ്ടെന്നു വരില്ല. സഹ്യന്റെ മടിത്തട്ടിൽ അല്പമായിട്ടെങ്കിലും അവശേഷിക്കുന്ന പ്രകൃതിദത്തമായ പുൽമേടുകൾ ഒന്നൊന്നായി മരിച്ചുകൊണ്ടിരിക്കുന്നു. 12 വർഷം മുമ്പ് നീലക്കുറിഞ്ഞി പൂത്ത മൂന്നാറിലെ പുൽമേടുകൾ മുഴുക്കെ അക്കേഷ്യ യൂക്കാലിത്തോട്ടങ്ങൾക്ക് വഴിമാറി. അവശേഷിക്കുന്ന പുൽമേടുകളിലത്രയും പഞ്ചനക്ഷത്ര റിസോർട്ടുകൾ പണിതുയർത്തി. 12 വർഷം മുമ്പ് ഒരു ആടിപ്പെരുക്ക നാളിലത്രേ കോവിലൂർ കുറിഞ്ഞിമലയിൽ അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. അന്ന് ഈ പുൽമേടിന് നീല നിറമായിരുന്നു പോലും, ആഴക്കടലിൻ്റെ നീലിമ. എന്നാൽ കുറിഞ്ഞിമലയിൽ ഇക്കുറി പൂക്കാനായി ഏതാനും കുറിഞ്ഞിച്ചെടികൾ മാത്രം. കുറിഞ്ഞിപ്പാട്ടിൻ്റെ ഈണവും താളവും കുറിഞ്ഞിമക്കളുടെ ആദ്യ സമാഗമത്തിൻ്റെ കോരിത്തരിപ്പിക്കുന്ന ഓർമ്മകളും പേറി ഒരു കാലത്ത് ഈ പുൽമേടുകൾ നിറഞ്ഞു നിന്ന കുറിഞ്ഞിച്ചെടികൾ എങ്ങോ അപ്രത്യക്ഷമായി. ഒപ്പം കുറിഞ്ഞിപ്പൂക്കളുടെ ഗന്ധമേറ്റ് ഉന്മാദം കൊണ്ടിരുന്ന കുറിഞ്ഞിപ്പാമ്പുകളും തേനുണ്ണാൻ ഓടിയണഞ്ഞിരുന്ന തേനീച്ചകളും. കുറിഞ്ഞിമലയിലെ നീലക്കുറിഞ്ഞിക്കുമുണ്ട് ഒരു ചരിത്രം. 3000-ഓളം വർഷത്തിലേറെ പഴക്കമുള്ളൊരു കുളിരാർന്ന ചരിത്രം. തമിഴിൻ്റെ ആദിസാഹിത്യമാണ് കുറിഞ്ഞിപ്പാട്ടുകൾ. അതിലെ നായകനും നായികയും വിവാഹത്തിനു മുൻപ് തന്നെ മഞ്ഞുമൂടിയ ഈ മലമടക്കുകളിൽ സന്ധിച്ചത് നീലക്കുറിഞ്ഞി പൂത്ത ആടിക്കോട പെരുമഴ പെയ്ത നാളിലാണത്രേ. ആദ്യ സമാഗമത്തിൻ്റെ അപൂർവ നിമിഷങ്ങളിൽ നീലക്കുറിഞ്ഞിച്ചെടികൾ അവരെ തഴുകി തലോടിയിട്ടുണ്ടാവാം. കാമുകീകാമുകന്മാർക്ക് കണ്ടുമുട്ടാനും പരസ്പരാനുരുക്തരാകാനും ഈ പ്രകൃതിയേക്കാൾ സുന്ദരമായ സ്ഥലം ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണുമോ? കുറിഞ്ഞിമലയുടെ മുകളിൽ നിൽക്കുമ്പോൾ പ്രേമാങ്കുരത്തിന് പശ്ചാത്തലം എല്ലായ്പ്പോഴും കുറിഞ്ചിത്തിണൈ ആയിരിക്കണമെന്ന് നിഷ്കർഷിച്ച സംഘകാല കവികളുടെ ഔചിത്യബോധത്തെ നമുക്ക് വാഴ്ത്താം. സംഘകവിതകളിൽ குறிஞ்சிப்பூக்களில் ஏராளமான தேன் உண்டு என்றும் அந்த தேனை வண்டுகள் மிக ஆர்வத்தோடு பருகுகின்றன என்றும் சொல்லப்படுவது உண்டு. ஒரு காதலி தன்னுடைய காதல் எவ்வளவு பெரியது என்று சொல்லுகிற பொழுது பின்வருமாறு சொல்லுகிறாள் குறுந்தொகை என்ற சங்கப்பாட்டில். நிலத்தினும் பெரிதே வானினும் உயர்ந்தன்று நீரினும் ஆறளவின்றே கருங்கோல் குறிஞ்சி பூக்கொண்டு பெருந்தேன் இழைக்கும் நாடனோடு நட்பே. இந்த பாடலில் சொல்லப்படுகிற செய்தி கருப்பு நிறமான காம்புகளையுடைய குறிஞ்சி பூவில் பெரிய அளவில் வண்டுகள் தேனை பருகுகின்ற நாட்டுக்கு சொந்தக்காரனாக விளங்குகின்ற என்னுடைய காதலனோடு நான் கொண்டிருக்கக்கூடிய நட்பு நிலத்தை விட பெரியது, வானத்தை விட உயர்ந்தது, നീரை വിട ഇനിമയാണത് എന്നത്. സ്ട്രോംബിലാന്തസ് കുന്തിയാനസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നീലക്കുറിഞ്ഞി സംസ്കൃതത്തിൽ തരണി എന്നും തമിഴിൽ ചെറുകുറിഞ്ച എന്നും ഇംഗ്ലീഷിൽ കേബേജ് റോസ് എന്നും അറിയപ്പെടുന്നു. കരിങ്കുറിഞ്ഞി, കാക്കാക്കുറിഞ്ഞി, കട്ടക്കുറിഞ്ഞി, കൽക്കുറിഞ്ഞി, മഞ്ഞക്കുറിഞ്ഞി, പൊൻകുറിഞ്ഞി എന്നിങ്ങനെ 50ഓളം കുറിഞ്ഞി വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും നീലക്കുറിഞ്ഞി മാത്രമാണ് കൃത്യമായി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നത്. അപൂർവമായി വെള്ളനിറത്തിലും നീലക്കുറിഞ്ഞി പൂക്കാറുണ്ട്. 2 അടിയോളം ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. എന്നാൽ കുന്നുകളുടെ ചുവട്ടിൽ ഇവ 6 അടിയോളം ഉയരത്തിൽ വളരും. അതേസമയം കുന്നുകളുടെ ഉച്ചിയിൽ കാണുന്ന നീലക്കുറിഞ്ഞിച്ചെടികളുടെ ഉയരം 1 അടിയിലും കുറവായിരിക്കും. ഇരുണ്ട ചെമപ്പ് നിറമാണ് നീലക്കുറിഞ്ഞിച്ചെടിയുടെ തണ്ടിന്. കടും പച്ചനിറമുള്ള കട്ടിയുള്ള ഇലകളുടെ അടിവശത്ത് വെള്ള നിറമാണ്. ഏകദേശം കനകാംബര പൂവിൻ്റെ ആകൃതിയാണ് നീലക്കുറിഞ്ഞിക്ക്. നീലക്കുറിഞ്ഞി എന്നാണ് പേരെങ്കിലും
പൂവിൻ്റെ ശരിയായ നിറം നീലയല്ല, വെള്ളയോട് അടുത്തു നിൽക്കുന്ന ഊതച്ചവിയുള്ള നീല. കുന്നുകളുടെ നെറുകയിൽ കടലുപോലെ പൂത്തുനിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ അകലെ നിന്ന് കാണുമ്പോൾ മലമുകളിൽ ആരോ നീല പരവതാനി വിരിച്ചതുപോലെ തോന്നും. കോക്ക്ബേൺ എന്നൊരു വിദേശിയാണ് 1838 വയനാടൻ മലനിരകളിൽ ആദ്യമായി അക്കാന്തേഷ്യ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞി കണ്ടെത്തിയത്. അന്ന് ആകാശനീലിമയ്ക്ക് താഴെ മറ്റൊരപൂർവ നീലിമ ദർശിച്ച കോക്ക്ബേൺ സാഹിബ് ഈ മലനിരകൾക്ക് നീലഗിരി എന്ന് പേരിട്ടു. 168 കൊല്ലത്തിനിടയിൽ 14 തവണ നീലഗിരി കുന്നുകളിൽ നീലക്കുറിഞ്ഞി പൂത്തു. നീലക്കുറിഞ്ഞി പൂവിൻ്റെ വ്യാഴവട്ടചക്രം ഒരിക്കലും തെറ്റാറില്ല. എവിടെ നോക്കിയാലും ഇളം നീലപ്പൂക്കൾ, പൂക്കളിൽ നിന്നും മധുനുകരുന്ന തേനീച്ചകളുടെ നേരിയ മുരളൽ, സുഗന്ധവാഹിയായ കുളിർ തന്നെ. ഇന്ദ്രിയങ്ങളെ മാത്രമല്ല അന്തരാത്മാവിനെ പോലും അനുഭൂതിധന്യമാക്കുന്ന ആദിമൂല പ്രകൃതി. ഇതാ നീലക്കുറിഞ്ഞു പൂക്കും കുന്നുകളിൽ ഇരുന്നു കൊണ്ട് ഈ കുന്നുകളിലേക്ക് വന്നു കയറുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രകൃതിയെ കാണാനാണ് വരുന്നത്, പ്രകൃതിയുടെ ഭാവങ്ങൾ കാണാനാണ് വരുന്നത്. പ്രകൃതിയുടെ വർണ്ണഭാവങ്ങളിലൂടെ ജീവചൈതന്യത്തെ അറിയാൻ വേണ്ടിയാണ് വരുന്നത്. ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. നമ്മുടെ മനസ്സ് അതിനു മാത്രം ഉയരട്ടെ, പരിപാവനമാവട്ടെ, പ്രകൃതിയോടടുക്കട്ടെ, ജീവനോടടുക്കട്ടെ, പ്രപഞ്ചശക്തിയോടടുക്കട്ടെ, ദൈവീകമാവട്ടെ. ഈ ഭംഗി, നീലക്കുറിഞ്ഞു പൂക്കും കുന്നുകളുടെ ഭംഗി കാണാൻ ഇവിടെ എത്തുന്ന മനുഷ്യരുടെ മനസ്സ് അങ്ങ് താഴ്വരയിൽ ഇത് കാണാത്ത മനുഷ്യരോട് പറയട്ടെ, വന്നു കാണണം, പ്രകൃതിയെ വന്നു കാണണമെന്ന്. പ്രകൃതിയുടെ വർണ്ണങ്ങളെയും ഭാവങ്ങളെയും പ്രകൃതിയുടെ സ്നേഹത്തെയും കണ്ടറിയണമെന്ന്, മനസ്സിലേക്ക് ആത്മാവിലേക്ക് ഉൾക്കൊള്ളണമെന്ന്. ഇനിയും നാം കാത്തിരിക്കണമല്ലോ ഈ കാഴ്ച കാണാൻ മറ്റൊരു 12 വർഷം. മൂന്നാർ, മാട്ടുപ്പെട്ടിയാർ, പെരിയവരൈ ആർ, നല്ലതണ്ണിയാർ എന്നീ 3 അരുവികളുടെ സംഗമസ്ഥാനം. വഴിയോരക്കാഴ്ചകൾ കണ്ട് മൂന്നാറിൽ നിന്ന് കുറിഞ്ഞിമലയിലേക്ക് ഒരു യാത്ര. മഞ്ഞണിഞ്ഞ മൂന്നാറിലെ പുൽമേടുകളിൽ ഉദയാസ്തമയങ്ങൾ സ്വർഗതുല്യം. തണുപ്പ് ഒരു ലഹരിയായി സിരകളിലേക്ക് പടർന്നു കയറുന്നതിനോടൊപ്പം വർണ്ണങ്ങളുടെ ഒരു മായാപ്രപഞ്ചവും മനസ്സിൽ നിറയും. തലേന്ന് പെയ്ത രാത്രിമഴ കഴുകി തുടച്ചെടുത്ത തിളക്കമാർന്ന ഒരു പ്രഭാതം. നീലക്കുറിഞ്ഞി പൂക്കുമ്പോഴെല്ലാം മൂന്നാറിലെ തേനറകൾ നിറഞ്ഞൊഴുകുമായിരുന്നത്രേ. കുറിഞ്ഞിപ്പൂ ഗന്ധമേറ്റ് ഉന്മാദം കൊണ്ടിരുന്ന കുറിഞ്ഞിപ്പാമ്പുകളുടെയും തേനുണ്ണാൻ ഓടിയണഞ്ഞിരുന്ന തേനീച്ചകളുടെയും നല്ല ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഇന്നും മൂന്നാറിലുണ്ട്. കുറിഞ്ഞെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കുറിഞ്ഞി പൂത്ത് കഴിഞ്ഞാൽ തേനുണ്ടാകും. ഈ വനത്തിലുള്ളത് കംപ്ലീറ്റ് തേനുണ്ടാകും. അങ്ങനെയാണ്. 12 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുറിഞ്ഞി പൂക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 12 പടപ്പ് ഈ പൂവ് പൂക്കും. അതാണ് അതിൻ്റെ രീതി. ഞാനൊരു കുറഞ്ഞ ഒരു 8 തവണയെങ്കിലും കണ്ടിട്ട്. കുറിഞ്ഞിപ്പൂക്കൾ നീല ചായമടിച്ച ചോലവനങ്ങൾക്കും പുൽമേടുകൾക്കുമിടയിലെ മലമടക്കുകളിൽ പിറന്നു. ചെങ്കുത്തായ പാറക്കെട്ടുകളിൽ തലതല്ലി താഴോട്ടൊഴുകുന്ന നയമക്കാട് നീർച്ചോല. ഇത്തരം അനേകം നീർച്ചാലുകളാണ് മൂന്നാറിൻ്റെ ജലസമൃദ്ധിക്ക് നിദാനം. രാജമല, ഹിമാലയത്തിന് തെക്കുള്ള ഏറ്റവും വലിയ കൊടുമുടികളിലൊന്നായ ആനമുടിയിലേക്കുള്ള വഴിത്താര ഇവിടെ നിന്നും ആരംഭിക്കുന്നു. രാജമല ഉൾപ്പെടുന്ന ഇരവികുളം ദേശീയ പാർക്കിന് 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. വരയാടുകൾ സമൃദ്ധമായ, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഈർപ്പമുള്ള രാജമലയിൽ ഏതാണ്ട് എല്ലാ ദിവസവും മഴ പെയ്യും. വിസ്തൃതമായ പുൽമേടുകൾക്കിടയിൽ കാണുന്ന ചോലക്കാടുകൾ രാജമലയുടെ പ്രത്യേകതയാണ്. വിവേകിയായ ഒരാനയെപ്പോലെ ഇരവിക്കുളം നാഷണൽ പാർക്കിനെ കുനിഞ്ഞു നോക്കിയാണ് രാജമലയുടെ നിൽപ്പ്. ഇതിൻ്റെ ഒരു വശത്താണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇതിന് ചുറ്റുമുള്ള മലകൾ കണ്ണൻദേവൻ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. കണ്ണൻദേവൻ ഒരു ആദിവാസി മൂപ്പനാണെന്നും അതല്ല, ആദ്യകാല തോട്ട ഉടമകളെ സഹായിച്ച മുതുവാന്മാരായ സഹോദരന്മാരാണെന്നും കഥകളുണ്ട്. കാടിൻ്റെ മക്കളായ മുതുവാന്മാർ കുറിഞ്ഞിമലയുടെ ഉടമകളാണ്. ശ്രീമുരുകൻ്റെ ഇഷ്ടപുഷ്പമാണ് നീലക്കുറിഞ്ഞിയെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇവർ വയസ്സ് കണക്കാക്കുന്നതും കാലനിർണയം നടത്തുന്നതും നീലക്കുറിഞ്ഞി പൂക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണത്രേ. ഏതോ പാണ്ഡ്യരാജാവിൻ്റെ കാലത്ത് മധുരയിൽ നിന്നും മുതുകിൽ കണ്ണകിശിലയും ചുമന്ന്
മൂന്നാറിലെത്തിയവരത്രേ മുതുവാൻമാർ. ഈ മലകളും ചെടികളും പൂക്കളുമെല്ലാം പളനിദേവരുടേതെന്നറിഞ്ഞ് അവയെ സ്വന്തം ജീവൻ നൽകിയും സംരക്ഷിക്കാൻ ഒരു ജനവിഭാഗമുണ്ട് ഇവിടെ. കഴിഞ്ഞുപോയ കുറിഞ്ഞിക്കാലങ്ങളുടെ മധുരസ്മരണകൾ മനസ്സിലിട്ട് ഇനിയും 12 ആണ്ട് കഴിഞ്ഞ് വരാനിരിക്കുന്ന ആഘോഷങ്ങൾക്ക് തയ്യാറാവുന്ന മുതുവാൻമാർ. അവർ കുറിഞ്ഞിക്കാട്ടിലെ ഇടത്താവളങ്ങളിൽ തീർത്ത പുൽമാടങ്ങളിൽ കുറിഞ്ഞിമലയ്ക്ക് കാവലിരിക്കുന്നു. മറയൂർ ഈച്ചാമ്പെട്ടിക്കുടിയിലെ തിരുപുലയൻ ചാപ്പിളി നീലക്കുറിഞ്ഞി പൂത്തതിനെ മംഗളകരമായി കാണുന്നു. കുറിഞ്ഞി പൂത്തതോടെ അവരുടെ തേനറകൾ നിറഞ്ഞു. തേൻ വിൽക്കാൻ അവർ കുടുംബസമേതം ഞായറാഴ്ചകളിൽ മലയിറങ്ങും. ക്ലാവറയ്ക്കും കോവിലൂരിനുമിടയ്ക്ക് നെടുംകോട്ട കെട്ടിയതുപോലൊരു മല. നാട്ടുകാർക്കിത് കുറിഞ്ഞിമലയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6000 മുതൽ 8000 അടി ഉയരത്തിൽ. വട്ടവട പഞ്ചായത്തിലെ കോവിലൂർ ഗ്രാമം. കോവിലൂർ ഗ്രാമത്തിലെ പുൽമേടുകളിലാണ് ഇത്തവണ ആദ്യം നീലക്കുറിഞ്ഞി പൂത്തത്. 1994 ഇവിടെ അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. 1826 മുതൽ 1934 വരെ 12 വർഷം ഇടവിട്ട് 10 തവണ ഇവിടെ നീലക്കുറിഞ്ഞി പൂത്തിരുന്നു എന്ന് രേഖകൾ പറയുന്നു. സന്ദർശകരെ ആകർഷിച്ചുകൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ നീലക്കുറിഞ്ഞി പൂക്കളെ വരാനിരിക്കുന്ന ഏതോ കൊടും ദുരന്തത്തിന്റെ മുന്നോടിയായി കാണുന്നവരും കോവിലൂർ ഗ്രാമത്തിലുണ്ട്. പൂത്തുലഞ്ഞു നിൽക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കളെ നോക്കി അവർ നെടുവീർപ്പിടുന്നു. ധാരാളം വിശ്വാസങ്ങളും അതിലേറെ അന്ധവിശ്വാസങ്ങളും നീലക്കുറിഞ്ഞിയെ ചുറ്റിപ്പറ്റി കോവിലൂർ നിവാസികൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. കുറിഞ്ഞിപ്പൂക്കൾ കണി കാണുന്നത് മോശമാണത്രേ. സ്ത്രീകൾ ഈ പൂക്കൾ തൊട്ടുപോകരുതെന്നാണ് പ്രമാണം. തൊട്ടാൽ ഗർഭിണികൾക്ക് ഗർഭഛിദ്രവും കന്യകമാർക്ക് മംഗല്യ തടസ്സവും സംഭവിക്കുമത്രേ. അതുകൊണ്ട് തന്നെ നീലക്കുറിഞ്ഞി പൂത്തതിനെ കട്ടപൂത്തു എന്നാണ് നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ സീസണിൽ പൂത്ത നീലക്കുറിഞ്ഞി കാണാൻ ആയിരക്കണക്കിന് സന്ദർശകരാണ് ദിവസവും രാജമലയിലെത്തുന്നത്. വർഷങ്ങളായി പ്രകൃതി സ്നേഹികൾ മാറി മാറി വന്ന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നതാണ് മൂന്നാറിലെ കുറിഞ്ഞിമലകളെ കൂട്ടിയിണക്കി ഒരു കുറിഞ്ഞി സാങ്ച്വറിയാക്കണമെന്ന്. വനം ടൂറിസം വകുപ്പുകൾ ചേർന്ന് മൂന്നാറിൽ നടത്തിയ കുറിഞ്ഞി ഉത്സവത്തിൽ ജനപ്രതിനിധികളെയും പ്രകൃതി സ്നേഹികളെയും സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം മൂന്നാറിലെ കുറിഞ്ഞി മലനിരകളെ കുറിഞ്ഞി സാങ്ച്വറിയായി പ്രഖ്യാപിച്ചു. കുറിഞ്ഞി സാങ്ച്വറി പ്രഖ്യാപനം വന്യജീവി സംരക്ഷണ നിയമം 1972 18-ാം വകുപ്പ് പ്രകാരം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ കൊറ്റക്കമ്പൂർ വട്ടവട വില്ലേജുകളിൽ കേരള ഗവൺമെൻറ് ഉത്തരവ് നമ്പർ 36/2006 ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രകാരം നീലക്കുറിഞ്ഞി സാങ്ച്വറിയായി പ്രഖ്യാപിക്കുന്നു. കാലത്തെ അതിജീവിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന നീലക്കുറിഞ്ഞി ചെടികൾ ഈ പ്രഖ്യാപനം കേട്ട് കോരിത്തരിച്ചിട്ടുണ്ടാവാം. ഇതോടെ 8000 ഹെക്ടർ വരുന്ന കുറിഞ്ഞിമല താഴ്വരകളായ ക്ലാവറ, പൂണ്ടി, പോളൂർ, കൊട്ടക്കാമ്പൂർ, കൗഞ്ചി, മന്നവനൂർ, പൂമ്പാറ എന്നീ 7 ഗ്രാമങ്ങൾ സംരക്ഷിത മേഖലയായി മാറി. അല്പമായിട്ടെങ്കിലും കുറിഞ്ഞിമലയിൽ അവശേഷിക്കുന്ന നീലക്കുറിഞ്ഞി ചെടികൾ ഇനി വനപാലകരുടെ കൈകളിൽ ഭദ്രം. കേരളത്തിലെ അറിയപ്പെട്ട ഒരു കഞ്ചാവ് മേഖലയാണ് ഇന്നിപ്പോൾ കുറിഞ്ഞിമല സാങ്ച്വറിയായിട്ട് ഒരു സർക്കാരിൻ്റെയും ഒരു പറ്റം പ്രകൃതി സ്നേഹികളുടെയും കുറച്ച് നിശ്ചയദാർഢ്യമുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രമഫലമായി കുറിഞ്ഞിമല സാങ്ച്വറിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2005 ഓഗസ്റ്റ് മാസം മുതൽ തുടങ്ങിയ നിരന്തരമായ കഞ്ചാവ് റെയ്ഡുകളിലൂടെ കടവരി കമ്പക്കല്ല് പ്രദേശത്തെ കഞ്ചാവ് മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യാനും 2006 ജനുവരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രദേശം പൂർണ്ണമായും കഞ്ചാവ് വിമുക്തമാകുവാനും ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന കുറിഞ്ഞി ചെടികൾക്ക് ഒരു പ്രത്യാശ അതുവഴി നൽകുവാനും ഇപ്പോൾ ഈ കൊല്ലത്തെ പൂക്കാലത്തിൽ ഏറ്റവും ആദ്യം പൂത്തത് കടവരി കമ്പക്കല്ല് മേഖലയാണ്. ആ കടവരി കമ്പക്കല്ല് മേഖലയിലെ കുറിഞ്ഞിച്ചെടികൾ മുഴുവൻ സർക്കാരിൻ്റെ ഈ പുതിയ കുറിഞ്ഞിമല സാങ്ച്വറി എന്ന പ്രഖ്യാപനത്തിലൂടെ ഒരു പ്രത്യാശയായി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇന്ന് സഫലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ ഒട്ടും വിശ്വസിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രയാസമാണെങ്കിലും പറയട്ടെ, ഇതാ ഒരു കുറിഞ്ഞി സാങ്ച്വറി ഉണ്ടായിരിക്കുന്നു. കുറിഞ്ഞി സാങ്ച്വറി എന്നുള്ളത് ഒരു വലിയ സ്വപ്നമായി പോലും കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലായിരുന്നു. അത് പറഞ്ഞപ്പോഴും ഇത് നടക്കുമോ, ഇത് പ്രാവർത്തികമാകുമോ എന്നൊക്കെ ഭയന്നിട്ടുള്ള ആളാണ് ഞാൻ.
അവസാനം അതും യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. കുറിഞ്ഞിപ്പൂക്കളെ എന്നും സംരക്ഷിക്കുവാനുള്ള നിയമങ്ങളുണ്ടായിരിക്കുന്നു. അതിനുള്ള നിയമപാലകർ ഉണ്ടായിരിക്കുന്നു. കുറിഞ്ഞിയെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഈ പൂക്കളുടെ മാത്രമല്ല, കാടിൻ്റെയും ഇതിലെ ഓരോ സസ്യ ജീവജാലങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നം, ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ആഗ്രഹം സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഴയ കവിത, അന്ന് ഇനി കാണുകയില്ല എന്ന് ഭയന്ന് എഴുതിയ കവിത ഞാൻ ഒരിക്കൽ കൂടെ ചൊല്ലുന്നു. കിഴക്കൻ മാമല മുകളിൽ എന്നാളും എനിക്കു കേറുവാൻ കഴിവഴാദിക്കിൽ, കടലുപോൽ നീലക്കുറിഞ്ഞി പൂക്കുന്നോരിടമൊന്നുണ്ട് എന്നാണ് അവർ പറയുന്നു. കടലുപോൽ നീലക്കുറിഞ്ഞി പൂക്കുന്നോരിടമൊന്നുണ്ട് എന്നാണ് അവർ പറയുന്നു. അവിടെ കാറ്റല്ല, അവിടെ പൂങ്കാറ്റാണ്, അതിനു കണ്ണൻ്റെ ഉടലൊളിയുമാണ്. അതു കോരിക്കോരി കുടിക്കാൻ തോന്നിടും, മതി വരില്ല എന്നവർ പറയുന്നു. ഇരുണ്ട മാമല കിടന്നു മൂകമായി തപം ചെയ്യും പോലും വളരെ നാൾ പിന്നെ ഒരു 12 കഴിയവേ മിന്നിച്ചുകന്നു നീലിച്ച വെളിച്ചം വീശിക്കൊണ്ട് എഴുന്നള്ളും വീണ്ടും കുറിഞ്ഞിപ്പൂവുകൾ. ഒരു 12 കഴിയവേ വീണ്ടും ചുകന്നു നീലിച്ച വെളിച്ചം വീശിക്കൊണ്ടെഴുന്നള്ളും വീണ്ടും കുറിഞ്ഞിപ്പൂവുകൾ. വിളിച്ചുവോ പൂക്കൾ പൊടുന്നനച്ചിറകിളക്കങ്ങൾ, മിന്നിത്തിളക്കങ്ങൾ, ജീവചലന കോടികൾ, മുഴങ്ങും തമ്പുരു ശ്രുതികൾ, ഉത്സവം കൊടിയേറും വീണ്ടും. ഒരു 12 ഒരിക്കൽ മാത്രം ഞാൻ അറിയുന്നു, വീണ്ടും കുറിഞ്ഞി പൂക്കുമ്പോൾ മലനിരകളിൽ കയറി ചെല്ലുവാൻ എൻ കഴലുകൾക്കാമോ. പതുക്ക വാർദ്ധക്യം പടിവാതിൽക്കൽ വന്നിരിക്കുന്നു. മോഹം മതി അടങ്ങ് എന്നു മതി ശാസിക്കുന്നു. നിനക്കു വേണ്ടി നിൻ കിടാങ്ങൾ കാണുമാ വസന്തം എന്നു ഞാൻ ജപിക്കുന്നു. നിനക്കു വേണ്ടി നിൻ കിടാങ്ങൾ കാണുമാ വസന്തം എന്നു ഞാൻ ജപിക്കുന്നു. പക്ഷേ മഴുവും തീയുമായി കഴുകൻ കണ്ണുമായി വരില്ലയോ മർത്യൻ അവിടെയും നാളെ. അവിടെ റബ്ബറിൻ നിരകൾ നീളുമോ, അവിടെ പദ്ധതി ഇരമ്പിയെത്തുമോ. ഇനി 12 കഴിയവേ വീണ്ടും കിഴക്കൻ മേട്ടിലായി കുറിഞ്ഞി പൂക്കുമോ. അവിടെ റബ്ബറിൻ നിരകൾ നീളുമോ, അവിടെ പദ്ധതി ഇരമ്പിയെത്തുമോ. ഇനി 12 കഴിയവേ വീണ്ടും കിഴക്കൻ മേട്ടിൽ അക്കുറിഞ്ഞി പൂക്കുമോ. ഇനി 12 കഴിയണം, കാത്തിങ്ങിരിക്കവയ്യ എന്നു പുലമ്പി ഉന്മത്തം. കിളി പറക്കുമ്പോൾ മനസ്സു പാഞ്ഞങ്ങോട്ടണയുന്നു. പതഞ്ഞിളകും പൂങ്കടൽ തിരകളിൽ ചെന്നു പതിക്കുന്നു. നറും നിലാവിലെന്ന പോലതിൽ കുളിക്കുന്നു. ചിറകിളക്കുന്നു, പറഞ്ഞയക്കുന്നു. കഥനവും ചൂടും പുകയും വിങ്ങും ഈ നഗരത്തിൻ ശൂന്യമനസ്സിൻ നേർക്കിതാ വിദൂരമാമൊരു മധുരകൂജനം. സുനീലമാമൊരു അപൂർവമാമൊരു സുനീല ചൈതന്യം. ചിറകിളക്കുന്നു, പറഞ്ഞയക്കുന്നു. കഥനവും ചൂടും പുകയും വിങ്ങും ഈ നഗരത്തിൻ ശൂന്യമനസ്സിൻ നേർക്കിതാ
വിദൂരമാമൊരു മധുരകൂജനം, അപൂർവമാം ഒരു സുനീല ചൈതന്യം. ഇത് ദുഃഖത്തിൻ്റെയും ആശങ്കയുടെയും നടുവിൽ നിന്ന് എഴുതിയ വരികൾ. ഈ നഗരത്തിൻ്റെ കഥനവും ചൂടും പുകയും തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് അപൂർവമായി ഈ സുനീല ചൈതന്യത്തെ ഒരു കാലത്ത് ഞാൻ സ്വപ്നം കണ്ടു. എന്തെങ്കിലും കാണാൻ സാധിക്കുമോ, എൻ്റെ കുഞ്ഞുങ്ങളിത് കാണട്ടെ എന്ന് അന്ന് ആശിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എനിക്ക് തന്നെ ഈശ്വരൻ, പ്രകൃതി, ഇത് രണ്ടും എന്നെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ്, സഫലമാക്കി തന്നിരിക്കുന്നു. ഈ മണ്ണിൽ തൊട്ട് ഞാൻ വന്ദിക്കുന്നു. എന്നിൽ കോരിച്ചൊരിഞ്ഞ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ കണ്ണുകളോടെ നന്ദി പറയുന്നു. ചന്ദനത്തിന്റെ നാടായ മറയൂർ പഞ്ചായത്തിലെ കാന്തല്ലൂർ മലനിരകളിൽ പൂത്തുലഞ്ഞ കുറിഞ്ഞിച്ചെടികൾക്കരികിലെ കുറിഞ്ഞി ആണ്ടവൻ കോവിൽ ചോർന്നൊലിച്ച് 3 വശവും യൂക്കാലിച്ചെടികളാൽ ആക്രമിക്കപ്പെട്ട് കാട് കയറിക്കിടക്കുന്ന ഈ ശ്രീകോവിലിനകത്തിരുന്നാണ് കുറിഞ്ഞി ആണ്ടവൻ പ്രകൃതിയുടെ താളം കാക്കുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ പുഷ്പകാലം നിശ്ചയിക്കുന്നത്. അനന്തകോടി കുറിഞ്ഞിപ്പൂക്കൾക്കിടയിൽ അനാഥനായി കിടക്കുന്ന കുറിഞ്ഞിനാഥൻ. ദുരമൂത്ത മനുഷ്യൻ പ്രകൃതിയുടെ താളത്തിനേൽപ്പിച്ച മഹാക്ഷതത്തിന് ആനന്ദ സാക്ഷി. 12 വർഷം മുമ്പ് കടലുപോലെ നീലക്കുറിഞ്ഞി പൂത്ത കാന്തല്ലൂർ മലനിരകളിലെ പുൽമേടുകൾ അധികവും യൂക്കാലിത്തോട്ടങ്ങളായി മാറിക്കഴിഞ്ഞു. കുറിഞ്ഞിപ്പൂക്കളിൽ തേനൂറുന്നതോടെ കുറിഞ്ഞിമലയിലേക്ക് തേനീച്ചകൾ കൂട്ടമായെത്തും. തേൻ വറ്റുന്നതോടെ പൂക്കൾ കായ്കളായി മാറി പൊട്ടിത്തെറിച്ച് അരി പുറത്തു വരും. അന്നേരം ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് ഈ അരിയെല്ലാം കൊണ്ടുപോകുമെന്നാണ് വിശ്വാസം. 3 മാസമാണ് ഒരു ദേവസ്വപ്നത്തിൻ്റെ അഴകോടെ വിരിഞ്ഞു നിൽക്കുന്ന നീലക്കുറിഞ്ഞിപ്പൂക്കളുടെ ആയുസ്. നവംബർ ഡിസംബർ മാസത്തോടെ ഈ നീലക്കുറിഞ്ഞിപ്പൂക്കൾ നമ്മോട് യാത്ര പറയും. ഇത്രയും നാളുകൾ അനുവദിച്ച കാലത്തിൻ്റെ ദയയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി കാത്തിരിപ്പിൻ്റെ 12 വർഷം. ഇനി 12 കഴിയണം, കാത്തിങ്ങിരിക്കവയ്യ എന്നു പുലമ്പി ഉന്മത്തം. കിളി പറക്കുമ്പോൾ മനസ്സു പാഞ്ഞങ്ങോട്ടണയുന്നു. പതഞ്ഞിളകും പൂങ്കടൽ തിരകളിൽ ചെന്നു പതിക്കുന്നു. നറും നിലാവിലെന്ന പോലതിൽ കുളിക്കുന്നു. ചിറകിളക്കുന്നു, പറഞ്ഞയക്കുന്നു. കഥനവും ചൂടും പുകയും വിങ്ങും ഐ